റഷ്യയുടെ ഉത്തരധ്രുവ പ്രദേശത്തുകൂടി സഞ്ചാരം തുടരുകയാണ് ഞാൻ. ആർട്ടിക് സർക്കിൾ മേഖലയിലൂടെ സഞ്ചാരം സംഘവുമൊത്തുള്ള യാത്ര. മുർമാൻസ്ക് എന്ന പട്ടണത്തിലായിരുന്നു ഇന്നലെ ഞങ്ങളുടെ താമസം. ഇന്ന് ചെറിബെർക്ക എന്ന പ്രദേശത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് താഴെ മുർമാൻസ്ക് നഗരത്തിന്റെ ഭാഗങ്ങൾ കാണാം. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. സമയം ഇപ്പോൾ 10 മണിയാകാറായെങ്കിലും പ്രകാശം പരന്നിട്ടില്ല. ദിമിത്രി എന്നാണ് ഈ ഡ്രൈവറുടെ പേര്. 3 മിനി വാനുകളിലായിട്ട് ഞങ്ങൾ 42 പേരുടെ സംഘം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നഗരം പിന്നിലായി. മുർമാൻസ്ക് നഗരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരധ്രുവത്തോട് ചേർന്നാണെങ്കിലും ഇവിടെയും ആളുകൾ വസിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്ര പ്രതികൂല കാലാവസ്ഥയുള്ളിടത്തൊക്കെ മനുഷ്യർ വസിക്കുന്നതെന്ന് നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. കേരളവുമായിട്ടോ ഇന്ത്യയുടെ സാഹചര്യങ്ങളുമായിട്ടോ താരതമ്യപ്പെടുത്തുമ്പോൾ അതീവ പ്രതികൂലമാണ് ഇവിടുത്തെ പ്രകൃതിയും കാലാവസ്ഥയും. മനുഷ്യനിങ്ങനെ ഏറ്റവും പ്രതികൂലമായ സ്ഥലങ്ങളിൽ വസിക്കുന്നതിനു പകരം കുറച്ചുകൂടി നല്ല കാലാവസ്ഥയുള്ള റഷ്യയുടെ തെക്കൻ പ്രദേശങ്ങളിലേക്കോ മറ്റോ മാറി താമസിച്ചുകൂടെ എന്ന് നമുക്ക് തോന്നാം. അവർ ജനിച്ചു വളർന്നത് ഇവിടുത്തെ സാഹചര്യത്തിലാണ്. ആ സാഹചര്യമാണ് അവർക്കിഷ്ടം. ചെറിബെർക്ക യൂറേഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വടക്കുള്ള ഒരു ഗ്രാമമാണ്. അതായത് ഭൂമിയിൽ കരയുടെ ഒരു അതിർത്തി ഗ്രാമം. ആ അതിർത്തിയിലേക്കുള്ള ദീർഘയാത്രയിലാണ് ഞങ്ങൾ. റോഡിനു മീതെ ഐസ് പാളിയാണ്. ബാരൻസ് കടലിന്റെ തീരത്താണ് ചെറിബെർക്ക, അതായത് ആർട്ടിക് സമുദ്ര തീരത്ത്. 100 കണക്കിന് തടാകങ്ങൾ ഈ ഭാഗത്തുണ്ട്. എല്ലാം ഐസ് ഉറഞ്ഞുകിടക്കുകയാണ്. തടാക മുകൾത്തട്ട് കട്ടയായി കഴിഞ്ഞു. ചില പ്രദേശങ്ങളിൽ പട്ടാളത്തിന്റെ കേന്ദ്രങ്ങളുണ്ട്. പോലീസ് ചെക്ക് പോയിന്റുകളുണ്ട്. ഇതൊക്കെ പിന്നിട്ട് പോകുമ്പോഴും സൂര്യൻ ഉദിച്ചിട്ടേയില്ല. ഇപ്പോൾ സമയം 10 കഴിഞ്ഞു. ആകാശത്ത് കുങ്കുമം വാരി വിതറിയതുപോലെ ഒരു നിറം കാണാം. സൂര്യൻ ഞാൻ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറയുന്നു എന്നേ അതിനർത്ഥമുള്ളൂ. ചില ദിവസം സൂര്യനെ വല്ലപ്പോഴെങ്കിലും കണ്ടെങ്കിലായി. ഈ മിനി വാനിനകത്ത് എന്റെ കൂടെ 10-12 പേരുണ്ട്. മില എന്ന ഗൈഡുമുണ്ട്. മിലയാണ് ഇവിടുത്തെ ഞങ്ങളുടെ പ്രധാന ഗൈഡ്. അവൾ പുറകിലാണിരിക്കുന്നത്. എനിക്ക് മുന്നിലിരുന്ന് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം അവർ ഒരുക്കി തരികയായിരുന്നു. ഈ പാതയിൽ അപൂർവമായ മറ്റു വണ്ടികൾ കാണുന്നുള്ളൂ. ചെറിബെർക്കയിലെ ഗ്രാമീണരുടെ വണ്ടിയാണ്. പഴയ സോവിയറ്റ് വണ്ടി. ഇങ്ങനെ വിചിത്രവും രസകരവുമായ പല കാഴ്ചകളും കണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ആർട്ടിക് സർക്കിൾ വിശാലമായ ഒരു പ്രദേശമാണ്. റഷ്യ, നോർവേ, സ്വീഡൻ, US, കാനഡ, ഐസ്ലാൻഡ്, ഫിൻലാൻഡ്, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ആർട്ടിക് സർക്കിളിലുണ്ട്. ഭൂമിയിൽ ഏറ്റവും പ്രതികൂല കാലാവസ്ഥയിൽ ജനം വസിക്കുന്ന ഒരു പ്രദേശമാണ് ആർട്ടിക് സർക്കിൾ. ഏതാണ്ട് 40 ലക്ഷം ആളുകൾ ഈ സർക്കിളിനുള്ളിൽ വസിക്കുന്നുണ്ടെന്നാണ് കണക്ക്. സവിശേഷതകൾ ഏറെയുള്ള ഗോത്രവർഗങ്ങളും അതിൽ ഉൾപ്പെടുന്നു. വേട്ടയും മീൻപിടുത്തവും റെയിൻഡിയർ ഉൾപ്പെടെയുള്ളവയെ വളർത്തലുമൊക്കെയാണ് അവരുടെ ഉപജീവന മാർഗം. ഞാൻ നേരത്തെ അന്റാർട്ടിക്കയിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ഉത്തരധ്രുവത്തിലും എത്തിയിരിക്കുന്നു. അങ്ങനെ ഭൂമിയുടെ മുകളിലും താഴെയും സഞ്ചരിച്ചു കഴിഞ്ഞു. ഈ കാണുന്നത് ഒരു തടാകമാണ്. ഐസ് ഉറഞ്ഞുകിടക്കുന്ന നിരവധി തടാകങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ഗൂഗിൾ മാപ്പ് എടുത്തു നോക്കിയാൽ ഈ ഭാഗത്ത് അത്തരം ആയിരക്കണക്കിന് തടാകങ്ങൾ കാണാം. ഇത്ര പ്രതികൂലമായ കാലാവസ്ഥയിലും ഇവിടെയെല്ലാം മനുഷ്യർ വസിക്കുന്നു എന്നതാണ് പുറമേ നിന്ന് വരുന്ന നമ്മെപ്പോലുള്ളവർക്ക് അത്ഭുതമുണർത്തുന്ന കാര്യം. എന്നാൽ ആയിരക്കണക്കിന് വർഷം മുൻപ് മുതൽ തന്നെ ആർട്ടിക് സർക്കിളിൽ ജനവാസമുണ്ടായിരുന്നു. സ്ഥിരമായി വസിച്ചിരുന്ന ഗോത്രവർഗങ്ങൾക്ക് പുറമെ 19-20 നൂറ്റാണ്ടുകളിലായി അനേകം ആളുകൾ ഈ പ്രദേശത്തേക്ക് കുടിയേറുകയും ചെയ്തു. അതോടെയാണ് ആധുനികമായ കെട്ടിടങ്ങളും നല്ല പാതകളും ഇവിടെ ഉണ്ടായത്. പലപ്പോഴും വിരസമായ യാത്രയാണ്. എതിരെ ഒരു വണ്ടി പോലും വരുന്നില്ലെന്നതാണ് വിചിത്രമായ കാര്യം. അങ്ങനെ ഓടി ഞങ്ങൾ ചെറിയൊരു ഗ്രാമത്തിലേക്കെത്തി. മനുഷ്യർ സ്ഥിരമായി വസിക്കുന്ന ഒരു ഗ്രാമമല്ല. സമ്മർ നാളുകളിൽ മുർമാൻസ്കിൽ നിന്നും ചെറിബെർക്കയിൽ നിന്നുമൊക്കെ ആളുകൾ വന്ന് വസിക്കുന്ന ഒരു ഗ്രാമം. 49 കിലോമീറ്റർ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്.
മുർമാൻസ്കിൽ നിന്നും 49 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ എത്തുന്ന സ്ഥലമെന്നേ അതിനർത്ഥമുള്ളൂ. ഞങ്ങളെല്ലാവരും അവിടെ ഒന്നിറങ്ങി. ഇവിടെ വലിയൊരു തടാകമുണ്ട്. ആ തടാക തീരത്തേക്ക് പോകണം. മഞ്ഞിന്റെ ഒരു ലോകം. മുർമാൻസ്ക് താരതമ്യേന തണുപ്പ് കുറവുള്ള സ്ഥലമായിരുന്നു. ഇവിടെയാകട്ടെ അതിഭീകരമായ തണുപ്പാണ്. പക്ഷേ നമ്മുടെ ഗൈഡ് മില പറയുന്നത് ഈ തണുപ്പ് കുറവാണെന്നാണ്. മഞ്ഞിലൂടെ ഞങ്ങൾ തടാക തീരത്തേക്ക് നടന്നു. അങ്ങകലെ തടാകം. സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ തെന്നി വീഴും. ചിലരൊക്കെ തെന്നുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തണുപ്പ് അസഹ്യമാണ്. പക്ഷേ അതൊരു വ്യത്യസ്തമായ അനുഭവമാണല്ലോ. ഞങ്ങൾ മുന്നോട്ട് നടന്നു. തടാക തീരത്തേക്കാണ് നടക്കുന്നത്. കനന്റെ യാവർ എന്നാണ് ഈ തടാകത്തിന്റെ പേര്. നവംബറിന്റെ പകുതി കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെയൊക്കെ അതിഭീകരമായ തണുപ്പുള്ള ദിവസങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും അതികഠിനമായ തണുപ്പായിരിക്കും. -50 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ആകും അപ്പോൾ ഇവിടുത്തെയൊക്കെ താപനില. തണുപ്പ് കാലത്ത് ആരും ഇവിടെ വന്ന് താമസിക്കാറില്ല. പക്ഷേ വേനൽക്കാലത്ത് ആളുകൾക്ക് വന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടിട്ടുണ്ട്. നിരവധി വീടുകൾ, കോട്ടേജുകൾ, കുക്കൌട്ടിനുള്ള ഫെസിലിറ്റികൾ, റെസ്റ്റോറന്റുകൾ, ഇതൊക്കെ വർഷത്തിൽ 6-8 മാസം അടഞ്ഞുകിടക്കുകയാവും. വിചിത്ര രൂപത്തിലുള്ള പല കെട്ടിടങ്ങളും കാണാം. സാധാരണ വീടുകളുമുണ്ട്. ഉടമസ്ഥർ അത് അടച്ചിട്ട് പോയിരിക്കുന്നു. അവർ മുർമാൻസ്കിലോ അല്ലെങ്കിൽ റഷ്യയുടെ മറ്റേതെങ്കിലും പട്ടണങ്ങളിലോ ആയിരിക്കാം സ്ഥിരതാമസം. സമ്മറിൽ അവർ ഈ തടാക തീരത്തേക്ക് വരും. കുക്കൌട്ടും ബാർബിക്യൂവും എല്ലാമായി ഉല്ലാസ ജീവിതമായിരിക്കും അന്നിവിടെ. കുട്ടികൾ കളിച്ചിട്ട് പോയതുപോലെ തന്നെ ഊഞ്ഞാലുകളും അവരുടെ പാവകളുമൊക്കെ കാണാം. ഒരു ഭാഗത്ത് അതിമനോഹരമായ കനന്റെ യാവർ തടാകം. ഞാൻ അവിടെ നിന്ന് ആ തടുപ്പിലൂടെ ഗ്രാമത്തിന്റെ കാഴ്ചകളെല്ലാം പകർത്തിയെടുത്തു. ഇത് വിചിത്രമായൊരു സംഗതിയാണ്. കണ്ടെയ്നർ വീടുകൾ. എത്ര കൊടും തണുപ്പിലും ഇതിനുള്ളിൽ താമസിക്കാം. കാണുമ്പോൾ പട്ടാളത്തിന്റെ എന്തോ സംവിധാനമാണെന്നേ തോന്നൂ. 2 നിലയും 3 നിലയുമുള്ള വീടുകളുണ്ട്. തണുപ്പിൽ നിന്ന് സംരക്ഷിക്കാൻ കവചം തീർത്തിരിക്കുന്ന കെട്ടിടങ്ങളും കാണാം. ചിലത് പണിതുകൊണ്ടിരിക്കുന്നു. മറ്റു ചിലത് തുരുമ്പെടുത്ത് ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. സോവിയറ്റ് കാലത്തും സുഖവാസ കേന്ദ്രമായ ഇവിടെ സമ്മറിൽ ആളുകൾ വരുമായിരുന്നു. സമ്മറിൽ മറ്റു സ്ഥലങ്ങളിൽ അല്പം ചൂടൊക്കെ ഉണ്ടാവുമ്പോഴും ഇവിടെ നല്ല തണുപ്പായിരിക്കും. ആ ദിവസങ്ങളിൽ ആളുകൾ ഇവിടെ വന്ന് തടാകത്തിൽ നിന്ന് മീൻ പിടിക്കും. തടാകത്തിലെ നീന്തൽ, മീൻപിടുത്തം, ബാർബിക്യൂ ഉണ്ടാക്കൽ, ഇതൊക്കെയാവും അവരുടെ ആക്ടിവിറ്റികൾ. നിരവധി പാവകൾ കൊണ്ട് അലങ്കരിച്ച ഒരു ഊഞ്ഞാൽ ഇവിടെയുണ്ട്. അതിന്റെ ചുവട്ടിൽ കുട്ടികളുടെ ട്രൈസൈക്കിളുകളും കളിക്കോപ്പുകളും. അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ സംഘം തടാക തീരത്തേക്ക് നടന്നു. തടാകോപരിതലം ഐസ് മൂടിക്കിടക്കുകയാണ്. അതിവിസ്തൃതമാണ് കനന്റെ യാവർ തടാകം. ദൂരക്കാഴ്ചയിൽ വെള്ളമാണെന്ന് തോന്നും. ഇത് വെള്ളമല്ല, കട്ടിയുള്ള ഐസാണ്. തിരയടിച്ചു വന്ന വഴിയിൽ വെള്ളം ഐസായി പോയത് കാണാം. അതിന്റെ മുകളിൽ കൂടി നടക്കുന്നത് സുരക്ഷിതമാണോ എന്നറിയില്ല. അതുകൊണ്ട് ആളുകൾ കല്ലെടുത്ത് എറിഞ്ഞു നോക്കുകയാണ്. ആളുകൾ എറിഞ്ഞ കല്ലും ഐസ് കട്ടകളുമൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നു. അപ്പോഴാണ് അത് ഐസാണെന്ന് ശരിക്കും മനസ്സിലാകുന്നത്. ചിലർ ചവിട്ടി നോക്കുന്നുണ്ട്. അപ്പോൾ പാളി പൊട്ടി അടിയിൽ നിന്നും വെള്ളം തെറിക്കുന്നു. ചെറിയ ഗ്ലൗസ് ഉണ്ട്, വേണോ? ഞാൻ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് ഗ്ലൗസ് വേണോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. എല്ലാവരും ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാനാകട്ടെ ഷൂട്ട് ചെയ്യേണ്ടത് കൊണ്ട് ഗ്ലൗസ് ഊരി വെച്ചിരിക്കുകയാണ്. സംഘാംഗങ്ങളെല്ലാം എന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. ചിലർ ഗ്ലൗസ് കൊണ്ടുവന്ന് തരുന്നു, ചിലർ തൊപ്പി തരുന്നു. എനിക്കിതെല്ലാം ഉണ്ടെങ്കിലും ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് മാറ്റിവെച്ചിരിക്കുന്നത്. വെള്ളത്തിന് മുകളിലേക്ക് കയറി നടക്കേണ്ട എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. കാരണം ഉപരിതലത്തിലെ പാളി പൊട്ടിയാൽ താഴേക്ക് പോകും. ഐസ് എത്രമാത്രം ഉറച്ചിട്ടുണ്ടെന്ന് കണക്കാക്കാൻ പറ്റില്ല. കോട്ടയം സ്വദേശികളാണിവർ, സജിയും ഭാര്യയും. അതിനിടയ്ക്ക് ചിലർ വ്യായാമം തുടങ്ങിയിരിക്കുന്നു. രാവിലത്തെ എക്സസൈസ് ഈ -10 ഡിഗ്രി സെൽഷ്യസിലും എടുക്കണമെന്ന് വാശിയുള്ളവരാണെന്ന് തോന്നും. അതൊക്കെ മൊബൈലിൽ പകർത്തിയെടുത്ത് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്.
ആർട്ടിക് സർക്കിളിലെത്തുക. അവിടുത്തെ കാലാവസ്ഥയെ അനുഭവിക്കുക. വെള്ളം ഉറഞ്ഞ് ഐസായി പോയ തടാകത്തിന്റെ വക്കിലൂടെ നടക്കുക. ഒരു ശരാശരി മലയാളിക്ക് അവിസ്മരണീയമായ അനുഭവമാണല്ലോ ഇത്. എക്സ്പ്ലോറേഷൻ എന്നാൽ ഇതാണ്. കാണാത്ത നാടുകൾ, അറിയാത്ത അനുഭവങ്ങൾ, ഒട്ടും പരിചിതമല്ലാത്ത കാലാവസ്ഥ. തണുപ്പിടിച്ച് പലരുടെയും മുഖമൊക്കെ ഐസ് പോലെ വിളറിക്കഴിഞ്ഞു. നാട്ടിൽ മര്യാദയ്ക്കിരുന്ന മനുഷ്യരാണ്. നല്ല കട്ടൻ കാപ്പി കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഇപ്പോഴാണ്. ഏതു പ്രായക്കാരും സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടിയാണ് സഞ്ചാരത്തിന്റെ ടൂറിൽ പങ്കെടുക്കുന്നത്. പ്രധാന കാര്യം അവനവന്റെ ഇഷ്ടങ്ങളോ സ്വകാര്യ ആഗ്രഹങ്ങളോ അതിനെ ചൊല്ലിയുള്ള അതൃപ്തിയോ ഒന്നും ആർക്കുമില്ല എന്നതാണ്. ഒരു ഗ്രൂപ്പിന്റെ സന്തോഷം വളരെ പോസിറ്റീവായി ആസ്വദിക്കുന്ന 40 പേർ. കൊച്ചുകുട്ടികളുടെ മനസ്സാണ് പലർക്കും. ചിലർക്ക് ഊഞ്ഞാലിലാടണം. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞാൻ തടാകതീരത്ത് നിന്ന് കുറച്ചുകൂടി ഷോട്ടുകൾ എടുത്തു. സൂര്യൻ മുഖം തരാതെ ഒളിച്ചു കളിക്കുകയാണ്. ഇത് നതാലിയ. നമ്മുടെ ഒരു ബസ്സിലെ ഗൈഡ് ഇവരാണ്. പ്രധാന ഗൈഡായ മിലയെ കൂടാതെ നതാലിയയും വേറൊരു പുരുഷനുമാണ് ഗൈഡുമാർ. അറോറ വില്ലേജ് എന്നൊരു ബോർഡ് ഇവിടെ കണ്ടിരുന്നു. അതെന്താണെന്ന് ഞാൻ ചോദിച്ചു. അറോറ വില്ലേജ് അവിടെയുള്ള ഒരു റിസോർട്ടാണ്. ഈ സ്ഥലത്തിന്റെ പേരല്ല. ധാരാളം ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്ന ഒരു റിസോർട്ടാണ് അറോറ വില്ലേജ്. ഈ തടാകത്തിന്റെ പേര് ഖനൻഡിയാവർ എന്നാണെന്നും ഈ പ്രദേശം അറിയപ്പെടുന്നത് 49th കിലോമീറ്റർ എന്നാണെന്നുമൊക്കെയാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ ഒരു 1/4 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല ഒരു കാപ്പി കിട്ടിയിരുന്നെങ്കിൽ എന്നെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത്. പക്ഷേ ഇവിടെ ചായക്കടയോ പെട്ടിക്കടയോ ഒന്നുമില്ല. ആളൊഴിഞ്ഞുപോയ ഒരു ഗ്രാമം. എന്നാൽ ഈ ഗ്രാമത്തിൽ ഇനിയും ആളുകൾ വരും. യാത്ര തുടരാനുള്ള സമയമായി. ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ട് തീർക്കണമെങ്കിൽ സമയക്രമം പാലിക്കണമല്ലോ. മറ്റു നാടുകളിൽ നിന്നുള്ള വേറെയും ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഇവിടേക്ക് വലിയ ബസ്സുകൾ വരുന്നില്ല, മിനി ബസ്സുകളാണ്. മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ ചെറിബർക്കയിലേക്ക് പോകുന്നതെല്ലാം മിനി ബസ്സുകളാണ്. ഞങ്ങൾ 49th കിലോമീറ്റർ എന്ന് വിശേഷണമുള്ള ഗ്രാമത്തിൽ നിന്നും ഖനൻഡിയാവർ തടാകത്തിന്റെ തീരത്തു നിന്നും യാത്ര തുടരുകയാണ്. 100 കണക്കിന് ആളുകൾ താമസിക്കുന്ന ഗ്രാമം തന്നെയാണിത്. സമ്മറിലെ ഇത് സജീവമാവുകയുള്ളൂ എന്ന് മാത്രം. അതിമനോഹരമായ ഗ്രാമം. ഇവിടെയൊക്കെ കുറേ നാൾ വന്ന് താമസിക്കാൻ കൊതി തോന്നും. പക്ഷേ ആ ജീവിതം അത്ര സുഖകരമാവില്ല എന്നത് വേറെ കാര്യം. പുറത്തിറങ്ങിയപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ബസ്സിനകത്ത് കയറിയാൽ മതി എന്നതായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. സൂര്യൻ ചെറുതായിട്ടൊന്ന് മുഖം കാണിച്ചു. ഇവിടെ അക്കാര്യത്തിൽ വലിയ പിശുക്കാണ് ആശാന്. ഞങ്ങൾ യാത്ര തുടരുകയാണ്. നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത ചില പ്രകൃതി പ്രതിഭാസങ്ങളുടെ കേന്ദ്രമാണ് ഈ ആർട്ടിക് സർക്കിൾ. മെയ് ജൂലൈ മാസങ്ങൾക്കിടയിലുള്ള 76 ദിവസങ്ങളിൽ ഇവിടെ സൂര്യൻ അസ്തമിക്കുകയേയില്ല. പാതിരാ സൂര്യനെ കാണാവുന്ന ദിനങ്ങളാണത്. അക്കാലത്ത് ടൂറിസ്റ്റുകളായി ഇവിടെ വന്നാൽ ഉറങ്ങാതിരിക്കാൻ തയ്യാറാണെങ്കിൽ ദിവസത്തിലെ 24 മണിക്കൂറും കാഴ്ചകൾ കണ്ടു നടക്കാം. അതുപോലെ നവംബറിനും ജനുവരിക്കുമിടയിൽ പോളാർ നൈറ്റ് എന്ന പ്രതിഭാസം സംഭവിക്കും. ഏതാണ്ട് 30 ദിവസം സൂര്യനെ അധികമൊന്നും കാണില്ല. ഡിസംബർ 20-നും 24-നും ഇടയിൽ ഒരു ദിവസം സൂര്യൻ ഉദിക്കുകയേയില്ല. സമ്പൂർണ്ണ ഇരുട്ടിന്റെ 24 മണിക്കൂറായിരിക്കും അന്ന്. തുന്ദ്ര എന്ന ഭൂപ്രകൃതിയാണിവിടെ. മരങ്ങൾ ഉയരത്തിൽ വളരാത്ത പ്രകൃതി. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജൂലൈ മാസത്തിൽ ഇവിടുത്തെ ശരാശരി താപനില 10 ഡിഗ്രി സെൽഷ്യസിനും താഴെയാകുന്നതാണ് സസ്യങ്ങൾ ഉയരത്തിൽ വളരാതിരിക്കാനുള്ള കാരണം. നോർത്ത് പോളിനോട് അടുക്കും തോറും മരങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നു. മരങ്ങൾ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു.
മുർമാൻസ്കിലൊക്കെ മരങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു 10-20 അടി ഉയരത്തിൽ വരെ വളരുകയും ചെയ്യും. കുറച്ചുകൂടി ചെല്ലുമ്പോൾ വിൻഡ് മില്ലുകളുടെ ഒരു പ്രദേശം എത്തുകയായി. ധാരാളം പ്രകൃതി വിഭവങ്ങൾ ഈ പ്രദേശങ്ങളിൽ റഷ്യയ്ക്കുണ്ട്. ഖനിജങ്ങളാണ് കൂടുതൽ. അതുപോലെ തന്നെ വിൻഡ് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന വലിയൊരു ഫീൽഡാണ് ഈ പ്രദേശം. ഞങ്ങൾ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടും ഗൈഡ് മിലയുടെ വിവരണങ്ങൾ കേട്ടുകൊണ്ടും യാത്ര തുടർന്നു. കുറേ ദൂരം കൂടി കഴിയുമ്പോഴേക്കും തീർത്തും വിജനതയാണ്. പരന്നുകിടക്കുന്ന വിജനഭൂമി. ഉത്തരധ്രുവ പ്രദേശത്തുകൂടിയാണ് സഞ്ചരിക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. വിൻഡ് മില്ലിലെ ജീവനക്കാർ താമസിക്കുന്ന ഇടം. അവിടെ ഒരിടത്ത് വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി. ഇവിടെ എത്തിയപ്പോഴേക്കും തണുപ്പ് അതിതീവ്രമായിരിക്കുന്നു. മുർമാൻസ്കിൽ നിന്ന് 100 കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞു. 40 കിലോമീറ്റർ കൂടി പോയാൽ ടെറിബെർക്കയിലെത്തും. ഒരു ജംഗ്ഷനാണിത്. പല വഴിക്ക് തിരിയുന്ന റോഡുകളുടെ ഒരു ഭാഗം. സൂര്യനെ ഇപ്പോൾ കാണാതായിരിക്കുന്നു. അങ്ങകലെ വിൻഡ് മില്ലുകളുടെ വലിയൊരു പാടമുണ്ട്. 100 കണക്കിന് വിൻഡ് മില്ലുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സംഘത്തിലെ പലരും മഞ്ഞിലേക്കിറങ്ങി നടക്കുന്നുണ്ട്. ധവളിമയാർന്ന വെളിമ്പറമ്പിലൂടെ കുറേ ദൂരം പോകുന്നു. ഇടയ്ക്ക് ടൂറിസ്റ്റുകളുടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അത് വല്ലപ്പോഴും ഓരോന്ന്. 10-20 മിനിറ്റ് കൂടുമ്പോൾ ഇതിലെ ഒരു വണ്ടി വന്നെങ്കിലായി. ഇതെല്ലാം ടൂറിസ്റ്റുകളാണ്. അല്ലാതെ ഇവിടേക്ക് അധികം ഗതാഗതമില്ല. റോഡിലെല്ലാം മണൽ വിതറിയിരിക്കുകയാണ്. കാരണം ഐസിന്റെ ഒരു പാളി റോഡിന് മുകളിലുണ്ട്. അതിൽ തെന്നിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണെന്നതുകൊണ്ടാണ് റോഡിന് മേൽ മണൽ വിതറിയിരിക്കുന്നത്. എല്ലാ 2 ദിവസം കൂടുമ്പോഴും മണൽ വിതറും. ഞങ്ങൾ തിരികെ വണ്ടിയിൽ ചെന്നു കയറി. വീണ്ടും യാത്ര തുടരുകയാണ്. അല്പം വിരസവും അതിദീർഘവുമായ യാത്ര. ഇതുവരെ സഞ്ചരിക്കാത്ത ഉത്തരധ്രുവ പ്രദേശത്തു കൂടിയുള്ള യാത്ര. ഭൂമിയുടെ ഒരു അതിരിലേക്കാണ് എത്തിയിരിക്കുന്നത്. അന്റാർട്ടിക്ക എന്ന ഭൂമിയുടെ തെക്കേ അതിരിൽ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പോയിരുന്നു. ഇപ്പോൾ ഞാൻ നോർത്ത് പോളിലേക്കും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമി എത്ര വൈവിധ്യം നിറഞ്ഞതാണെന്നാണ് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. മഞ്ഞ്, തണുപ്പ്, ചൂട്, വസന്തം, ശൈത്യം, ഇങ്ങനെ എന്തെല്ലാം കാലാവസ്ഥകൾ. ദിമിത്രിക്ക് ഇതെല്ലാം സ്ഥിരം കാഴ്ചയായതുകൊണ്ട് ബോറടിച്ചിരുന്നെന്നോണം ഡ്രൈവ് ചെയ്യുകയാണ്. പോകുന്ന വഴിക്കെല്ലാം നിരവധി തടാകങ്ങൾ കാണാം. ആ കാണുന്നതൊക്കെ തടാകങ്ങൾ തന്നെ. മിക്ക തടാകങ്ങളുടെയും ഉപരിതലത്തിൽ ഐസ് ഉറഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇനി ഓരോ ദിവസം കഴിയും തോറും ആ ഐസ് പാളിയുടെ കനം കൂടും. ഇവിടെയൊക്കെ ചില സെറ്റിൽമെന്റുകളുണ്ട്. ഇവിടുത്തെ വിൻഡ് മില്ല് തൊഴിലാളികളും ഹൈവേയുടെ ജോലിക്കാരും പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ താമസിക്കുന്ന ഇടങ്ങളാണ്. അവിടെ ഒരിടത്ത് ഒരിക്കൽ കൂടി വണ്ടി നിർത്തിയിറങ്ങി. ഞങ്ങൾ ഓരോ അര അല്ലെങ്കിൽ 3/4 മണിക്കൂർ കഴിയുമ്പോൾ വണ്ടി ഒരിടത്ത് നിർത്തും. അവിടെ ഒന്നിറങ്ങും. ഇടയ്ക്കിടെ ചില വാഹനങ്ങൾ കടന്നുപോകുന്നു. ഫോട്ടോകൾ എടുക്കുന്നു. തണുപ്പിന്റെ തീവ്രത അനുഭവിക്കുന്നു. തിരിച്ച് വണ്ടിയിൽ കയറുന്നു. ഞങ്ങൾ ഈ തണുപ്പിനെ ഇങ്ങനെ ആസ്വദിക്കുന്നത് കാണുമ്പോൾ ദിമിത്രിക്ക് സംശയമാണ്. ഇതിലെന്താണ് ഇത്ര രസിക്കാനിരിക്കുന്നതെന്ന് സംശയം. ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി അധിക ദൂരമില്ല ടെറിബെർക്കയിലേക്ക്. വഴിയരികിൽ ചുവന്ന കോലുകൾ നാട്ടിവെച്ചിരിക്കുന്നത് കാണാം. ചില സമയത്ത് ഇവിടമെല്ലാം മഞ്ഞു വീണ് മൂടിപ്പോകും. അപ്പോൾ ഉയർന്നു നിൽക്കുന്ന ചുവന്ന കോലുകൾ കണ്ട് റോഡിന്റെ വശങ്ങൾ മനസ്സിലാക്കിയാണ് ആളുകൾ വണ്ടി ഓടിക്കുക. 5-6 അടി കനത്തിൽ വരെ ഐസ് വീഴുന്ന സ്ഥലങ്ങളാണ് ഇവിടമൊക്കെ. വീണ്ടും ചെല്ലുമ്പോൾ ഐസ് ഇല്ലാത്ത ഒരു തടാകം കാണുന്നു. ഓളങ്ങളുള്ള ഒരു തടാകം. ഇത് ടെറിബെർക്ക നദിയിലെ ഒരു ജലാശയമാണ്. നദിയിൽ ഒരു ഡാം കെട്ടിയതിനാൽ രൂപപ്പെട്ട റിസർവോയർ. ടെറിബെർക്ക ഗ്രാമത്തിലേക്ക് വേനൽക്കാലത്തും തണുപ്പുകാലത്തുമൊക്കെ ശുദ്ധജലം എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം. വമ്പനൊരു തടാകമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. 127 കിലോമീറ്റർ നീളമുള്ള നദിയാണ് ടെറിബെർക്ക. മുർമാൻസ്ക് മേഖലയിലെ പ്രധാന നദി. ബാരൻസ് കടലിലാണ് അത് ചെന്നു പതിക്കുന്നത്.
ഇവിടെയാണ് ആ ഡാം. ഞങ്ങൾ ഡാമിന്റെ മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. എർത്ത് ഡാമാണ്. ഷട്ടറൊക്കെ ഉണ്ട് അതിന്. ആവശ്യാനുസരണം ഷട്ടർ തുറന്നു കൊടുക്കാം. ഇതാണ് ടെറി ബെർക്ക നദി. ഡാം വന്നതോടുകൂടി പലപ്പോഴും നദിയിൽ വെള്ളം നന്നേ കുറവായിരിക്കും. ശുദ്ധജലമാണ്. കടൽ പോലെ കിടക്കുകയാണ് റിസർവോയർ. അതിന്റെ മുകൾ പരപ്പിൽ ഐസ് കാണാനേയില്ല. അതൊരു അത്ഭുതമായി തോന്നി. ഹൈവേയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഗ്രൂപ്പുകളെ ഈ പോകുന്ന വഴിക്കെല്ലാം കാണുന്നുണ്ട്. റിസർവോയറിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു തടാകം. ഐസ് ഉറഞ്ഞു കിടക്കുന്നു. ഇതാണ് വ്യത്യാസം. റോഡിന്റെ മുകളിൽ മുഴുവൻ ഇതുപോലെ മണൽ വിതറിയിരിക്കുകയാണ്, വാഹനങ്ങൾ തെന്നിപ്പോകാതിരിക്കാൻ. ടാറിന്റെ മുകളിൽ മുഴുവൻ ഐസിന്റെ പാളി രൂപപ്പെട്ടിരിക്കും. അതിൽ ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടില്ല. വലിയ അപകടങ്ങൾ ഉണ്ടാകും. മണൽ വിതരണം എങ്കിലേ അതിലൂടെ വാഹനം ഓടിക്കാൻ കഴിയൂ. ഇത് കാണുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ചിന്തിച്ചു പോകും. കൗതുകമുള്ള അത്തരം അറിവുകളിലൂടെ ടെറി ബെർക്കയിലേക്കുള്ള സഞ്ചാരം തുടർന്നു.